അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ? ഒരു അൽഹംദുലില്ലാഹ്. ചെറിയ സംശയം. നോമ്പിൻ്റെ ഒക്കെ സമയത്താണ് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പം നമ്മൾ ഈ തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ടല്ലോ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ സജദയുടെ ആയത്ത് വരുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യും. നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ച് സുന്നത്താണ്, നമ്മളങ്ങനെ ധരിച്ച് വെച്ചിരിക്കണമെന്ന് സുന്നത്താന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് പറ്റിയെങ്കിൽ നമ്മൾ ചെയ്യും. നമ്മളെ സാഹചര്യം കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യൽ. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോൾ പൊതുവേ നമ്മളെ നാട്ടിലേക്കാൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ആ നിസ്കാരത്തിന് മുമ്പ് വരും. ബാങ്കിൻ്റെ മുന്നേ വന്നിട്ടും ഖുർആൻ ഓതും. ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാലും ഇക്കാമത്ത് വരെ ഖുർആൻ ഓതുന്ന ഒരു ശൈലിയാണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ആ മുസാഫ് അങ്ങോട്ട് വെച്ചിട്ട് ചിലവർ അവിടെ കൈ പിടിച്ചിട്ട് അങ്ങനെ പല കാലത്തിനും ഇവിടെ സുജൂദയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ അടുത്തിരുന്നിട്ട് അവരങ്ങനെ ഓതുകയാണെങ്കിൽ ഈ ഓല് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ആയത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ ഓല് നിർബന്ധിപ്പിക്കും, ഇങ്ങനെ എന്താ സുജൂദ് ചെയ്യാതെ, സുജൂദ് ചെയ്യണം എന്നുള്ളൊരു ഇത്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ മദ്ഹബിൽ ഇതിന് വല്ല വ്യത്യാസമുണ്ടോ? പിന്നെ ഏതെങ്കിലും മദ്ഹബിൽ ഇതിന് നിർബന്ധം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ സുജൂദ് സുന്നത്തല്ലേ എന്നുള്ള നിലക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യാതൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ ഇവരൊരു നിർബന്ധം പോലെയാണ് അത് ചെയ്യണതും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും. അപ്പോൾ ഏതെങ്കിലും മദ്ഹബിൽ ഇത് നിർബന്ധം ഉണ്ടോ, അല്ല അത് സുന്നത്തേ ഉള്ളൂ? പക്ഷെ പറ്റി ഒന്ന് വിശദീകരിക്കണം. തിലാവത്തിൻ്റെ സുജൂദ്, ഓത്തിൻ്റെ സുജൂദ്, അതിൻ്റെ ഹുക്കം എന്താണ്? സുന്നത്താണോ വാജിബാണോ എന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചത് സുന്നത്ത് എന്നല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒക്കെ അവിടെ ചില ആളുകൾ ആ ഒരു സുജൂദിന് നമ്മളെ നിർബന്ധിപ്പിക്കുന്നത് കാണുന്നു എന്നുള്ളത്? അപ്പോൾ അത് മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത്? തീർച്ചയായിട്ടും മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. 3 മദ്ഹബിലും, അതായത് മാലിക്കി മദ്ഹബ്, നമ്മുടെ മദ്ഹബാകുന്ന ഷാഫഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇത് 3ലും അത് സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. നേരെ മറിച്ച് ഹനഫി മദ്ഹബിൽ അത് നിർബന്ധമാണ്. അപ്പോൾ ആ മദ്ഹബ് പ്രകാരം ജീവിക്കുന്ന ആളുകൾ അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളോട് അവർ നിർബന്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ നിന്നല്ല, പൊതുവേ ഈ 2 ഹറമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് 4 മദ്ഹബിൻ്റെ ആളുകളും കയറി വരാൻ സാധ്യതയുണ്ട്. അവരുടെ മദ്ഹബിലുള്ളത് നമ്മളോട് അവരോട് നിർബന്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, നമ്മൾ തിരിച്ചും ചെയ്യാൻ പാടില്ല. കാരണം അത് മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന കാര്യങ്ങളാണ്. അത് അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരിക്കലും പാടില്ല. കാരണം മദ്ഹബ് വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ. ഏതായാലും നമ്മൾ അവരെ എതിർക്കാനും പോകണ്ട. കാരണം എന്താ, അവരുടെ മദ്ഹബിൽ നിർബന്ധം ഉണ്ടായത് കൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത്. നമുക്ക് നിർബന്ധമല്ല എന്നുള്ളൊരു അറിവ് നമുക്കുണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. കാരണം ഈ 4 മദ്ഹബും കയറി വരുന്ന സ്ഥലത്തൊക്കെ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് തെറ്റിദ്ധാരണയുണ്ടാകും. അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഷാഫഈ മദ്ഹബ് പ്രകാരം അത് സുന്നത്തുള്ളൂ, നിർബന്ധമല്ല. പക്ഷെ സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞ് ലാഘവത്തോടെ കാണുമൊന്നും വേണ്ട. കാരണം അത് പരമാവധി നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കണം. നമ്മൾ ഓതുന്ന സമയത്തോ, അതായത് ചില ആയത്തുകൾ, ഖുർആനിലെ ചില ആയത്തുകൾ ഓതുമ്പം ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ഓതിയവർക്കും കേട്ടവർക്കും ഒക്കെ ഈ പറയുന്ന തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ടല്ലോ, അത് ലാഘവത്തോടെ കാണണ്ട, വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിപ്രധാനമായൊരു സുജൂദ് തന്നെയാണ് എന്നതിൻ്റെ പിന്നാലെ നമ്മളൊന്ന് പോയാൽ ശരിക്കും വ്യക്തമായിട്ട് വരും. ഏതായാലും ഇതിൻ്റെ 4 മദ്ഹബിലും അതിൻ്റെ ഹുക്മ് പറയുമ്പം വ്യത്യാസം ഉണ്ട് എന്ന് റഹ്മത്തുൽ ഉമ്മ ഫി ഇഖ്തിലാഫിൽ ഇമ്മ എന്ന് പറയുന്ന കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കിതാബിൻ്റെ 1-ാം വാള്യം തന്നെ ഇതിൻ്റെ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ അധ്യായം എടുത്ത് നോക്കിയാൽ ആദ്യമായിട്ട് കാണുന്ന ഹുവ സുന്നത്തുൻ ഇൻദ തലാഥത്തിൽ ഖാരി വൽ മുസ്തമിയുണ്ടോ, ഓതിയ ആൾക്കും കേട്ട ആളുകൾക്കൊക്കെ 3 മദ്ഹബ് പ്രകാരം എന്താണ്, അത് സുന്നത്താണ്. വഖാല അബു ഹനീഫ, എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം പറയുകയാണെങ്കിൽ ഹുവ വാജിബുൻ, അത് നിർബന്ധമാണ്. അപ്പം ഹനഫി മദ്ഹബിലാണ് അത് നിർബന്ധം എന്ന് പറയുന്നത്. നേരെ മറിച്ച് മാലിക്കിയിലും ഷാഫിയിലും ഹംബലിയിലും ഒക്കെ അത് സുന്നത്ത് തന്നെയാണ് എന്ന റൂട്ടിലാണ് പോകുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ മുഅ്തമദ് വിശദീകരിക്കുന്ന, അവരുടെ പ്രബലം പറയുന്ന കിതാബുകളിലൊക്കെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതേ കിതാബ് ഇത് ഹനഫി മദ്ഹബിലെ ഫിഖ് വിശദീകരിക്കുന്ന മുഅ്തമദ് പ്രകാരം പറയുന്ന കിതാബാണ് നൂറുൽ ഈളാഹ്. അതായത് ഷുറുംബലാനി എന്നിവരുടെ ഇതിൽ എൻ്റെ എന്താകുന്നതിന് വ്യക്തമായിക്കൊണ്ട് നിർബന്ധം തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ 218-ാമത്തെ പേജിലുണ്ടോ,
ഓതിയ ആളുകൾക്കും കേട്ടവർക്കൊക്കെ വഹു വാജിബിന്റെ നിർബന്ധം തന്നെയാണ് എന്നുള്ളത്. ഏതായാലും ശാഫിഈ മദ്ഹബാകും നമ്മുടെ മദ്ഹബ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഅ്തമദ് പ്രകാരം അത് സുന്നത്താണ്, നിർബന്ധം ഇല്ല എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം മദ്രസയിലൊക്കെ പഠിച്ച അങ്ങനെ തന്നെയാണ്, അതന്നെയാണ് ശരി. മറ്റുള്ളവരുടെ മദ്ഹബ് നിർബന്ധമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മോട് അങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ഇനി അവർ തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ മറ്റുള്ള മദ്ഹബ് അംബരി മദ്ഹബിലാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ അതെന്തോ ചിലപ്പോൾ ഏതായാലും നമ്മുടെ മദ്ഹബിൽ എന്തില്ല, നിർബന്ധമല്ല എന്ന് പറയല്ലോ. തുഹ്ഫയുടെ 2ാം വാള്യം ഇതിന്റെ 317-ാമത്തെ പേജിലുണ്ടോ, തുസന്നു സജദാത്തു തിലാവത്തി വലം തജിബ് ഇന്ധന, അത് സുന്നത്താണ്, തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്, നമ്മുടെ മദ്ഹബിൽ എന്തില്ല, നിർബന്ധം ഇല്ല എന്ന് തുഹ്ഫ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ നിസാരായിട്ട് കാണണ്ട എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നോക്കുമ്പം നിസാരായിട്ട് കാണരുത്. കാരണം നമ്മൾ ഈ ഖുർആൻ ഓതുന്ന സമയത്ത് ആ പ്രത്യേകമായ ആയത്ത് ഓതുമ്പം നമ്മൾ ഈ സുജൂദ് ചെയ്യുമ്പം ഇബ്ലീസ് കരയുന്നുണ്ട്, ശൈത്താൻ കരയുന്നുണ്ട്. അവൻ ഇത് കാണുന്ന സമയത്ത് വല്ലാത്തൊരു എരിപ്പിരിച്ചിലാണ്. കാരണം എന്താ, ഈ ശൈത്താൻ പേച്ചു പോകാൻ കാരണവും സ്വർഗത്തിന് നിന്ന് പുറത്തു വരാൻ കാരണവും അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ അല്ലാഹ്ക്ക് ആരാധിച്ച പിശാച് ലഅനത്തിന്റെ ആളാണ് എന്ന് വരാൻ കാരണമൊക്കെ ഒരു സുജൂദ് കൊണ്ടാണല്ലോ. അസൂയയാണ് പിന്നിലുള്ള കാരണം, ആയിക്കോട്ടെ, ഒരു സുജൂദായിരുന്നല്ലോ. അപ്പൊ ഈ സുജൂദ് നമ്മൾ എപ്പോഴൊക്കെ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ഇവന് വല്ലാത്തൊരു എരിപിരിച്ചില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അവൻ അങ്ങനെ പറയും, ഓ ഇവർക്ക് സ്വർഗം കിട്ടി, എനിക്ക് നരകാണല്ലോ എന്ന് അവൻ വിലപിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഗൗരവത, അതുപോലെ തന്നെ ഇതൊരു പ്ലസ്, ഇത് ചെയ്യണം എന്നുള്ളതിലേക്ക് നമുക്ക് വളരെയധികം പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസ് തന്നെയാണിത്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിലാണ് ആ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. സ്വഹീഹ് മുസ്ലിമിന്റെ 51-ാമത്തെ പേജിലായിട്ട് 133-ാമത്തെ ഹദീസ് നോക്കിയാൽ കാണും കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജദതണ്ടോ ഫസജദ, ഒരു ഇബ്നു ആദം അതായത് ആദം സന്തതി ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്ത് ഓതുകയാണ് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് അയാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ അഅ്തസല ശൈത്താൻ യബ്കിയാണ്, ശൈത്താൻ ഇങ്ങനെ കരയാൻ തുടങ്ങും. വിലാപത്തിന്റെ കരച്ചിലാണ്. എന്നിട്ട് ഇങ്ങനെ പറയും, എൻ്റെ നാശമേ, എൻ്റെ നഷ്ടമേ എന്നവൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ പറയുന്നത്, ഉമിറ ഇബ്നു ആദം ബിസ്സുജൂദി ഫസജദ ഫലഹുൽ ജന്നത്തു, ആദം സന്തതിയോട് ഈ സുജൂദ് കൊണ്ട് പറഞ്ഞു, അയാൾ അത് കേട്ടു, അയാൾക്ക് സ്വർഗം കിട്ടി. വ ഉമിർതു ബിസ്സുജൂദി ഫഅബൈതു ഫലിയന്നാറു, എന്നോടും ഈ സുജൂദ് കൊണ്ട് കൽപ്പന ഉണ്ടായിനല്ലോ, പക്ഷെങ്കിൽ ഞാൻ സുജൂദ് ചെയ്തില്ലല്ലോ, അപ്പോ എനിക്ക് നരകല്ലേ അതുകൊണ്ട് വരുന്നത് എന്നുള്ള വിലാപം അവൻ ആ ഖേദപ്രകടനം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളത്. ഈ ഹദീസ് വിശദീകരിച്ചു കൊടുത്തു മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു. മുസ്ലിം വിശദീകരിച്ചു മിൻഹാജുൽ മുഹദ്ദിസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ. ഇത് ഏത് അധ്യായത്തിൽ വന്നു എന്തൊക്കെ നിൽക്കട്ടെ, ഏതായാലും ഈ പറയുന്ന ഇവിടെ എൻ്റെ തിലാവത്തിന്റെ സുജൂദ് തന്നെയാണ് ഒരു പരാമർശം ഇതുകൊണ്ട് അർത്ഥം വെക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് അങ്ങനെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിന്റെ 2-ാം വാള്യത്തിന്റെ 351-ാമത്തെ പേജിലും പറയുന്നുണ്ടോ. അമ്മാ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇപ്പൊ ഈ ഹദീസ് പറഞ്ഞ ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജദത എന്ന് പറയുമ്പോൾ സുജൂദ് എന്ന് പറയുമ്പം ഫമാനാഹു ആയത്ത സജദതി, അത് ഈ പറയുന്ന എൻ്റെ സുജൂദിന്റെ പരാമർശം നടത്തുന്ന ആയത്ത് തന്നെയാണ്. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് തന്നെയാണ് എന്നും അർത്ഥം വെക്കാം, അങ്ങനെ തന്നെയാണ് എന്നുള്ളതും വെക്കാം എന്നുള്ളത്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. കാരണം ഇബ്ലീസ് എൻ്റെ പുറത്തു പോകാൻ കാരണം ഈ പറയുന്ന ഒരു തിലാവത്തിന്റെ സുജൂദ് ആയിരുന്നു എന്നൊരു ചോദ്യങ്ങളൊക്കെ വരും. അതല്ലല്ലോ, നേരെ മറിച്ച് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി വന്നത് സുജൂദിന്റെ ഒരു കാരണം ഏതായാലും ഈ ഹദീസ് കൊണ്ട് അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി മാത്രമല്ല, ഇനി അങ്ങനെയല്ല, മഹാനായ ഇമാം ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. അവിടുത്തെ തർഗീബ് തർഹീബ് എന്ന കിതാബുണ്ട് 5 വാള്യത്തിൽ. അതായത് കൊതിപ്പിക്കൽ അതുപോലെ തന്നെ പേടിപ്പിക്കൽ, ഈ രണ്ടും കൂടി പറയുന്നത്, പ്ലസ്സും മൈനസും പറഞ്ഞുതരിക. ഒരു വിഷയത്തിൽ നമ്മളെ കൊതിപ്പിക്കുക, പ്ലസ് പറഞ്ഞുതരും, ഇത്രയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ, നിരുത്സാഹപ്പെടുത്തും, മൈനസ് പറഞ്ഞുതരും, പേടിപ്പിക്കും, അതിലേക്ക് പോകണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു കിതാബാണ് ഈ തർഗീബ് തർഹീബ് എന്ന കിതാബ്. അവിടെ തിലാവത്തിന്റെ സുജൂദിലെ പ്രേരണകൾ, അവിടുത്തെ പ്ലസ് പോയിന്റുകൾ, അതുപോലെ തന്നെ നമ്മളെ കൊതിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തർഗീബ് പറയുന്നിടത്ത് ഈ പറയുന്ന ഹദീസ് കൊണ്ടുവന്നു എന്ന് പറയുമ്പം അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എല്ലാം ആകാണല്ലോ. തർഗീബ് തർഹീബിന്റെ 2-ാം വാള്യത്തിന്റെ 218-ാമത്തെ പേജിൽ അങ്ങനെ ആ ഹദീസ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അധ്യായം തന്നെ പറയുന്ന എന്താണ്, ഏത് അധ്യായത്തിലാണ് കൊണ്ടുവരുന്നത്, തർഗീബ് ഫി സുജൂദി തിലാവത്തി,
തിലാവത്തിന്റെ സുജൂദിലുള്ള കൊതികൾ എന്ന് പറയുന്നവർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതൊരു നിസാരമായിട്ട് കാണേണ്ട ഒന്ന് അല്ല, അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുകയും ചെയ്യും. കാരണം തർഗീബ് തർഹീബ് എന്ന് വിശദീകരിച്ചു മഹാനായ ഹസൻ ബിൻ അലിയിൽ ഫയ്യൂമി അവിടുത്തെ ഫതുഹുൽ ഖരീബുൽ മുജീബ് എന്ന് പറയുന്ന കിതാബിലൂടെ. വാള്യങ്ങൾ 10-13 വാള്യങ്ങളുള്ള കിതാബാണ്. ഇതിൽ ഈ പറയുന്ന എൻ്റെ ഹദീസുകളൊക്കെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് ഉണ്ടായ അബദ്ധവും അതുപോലെ തന്നെ നഷ്ടവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ എൻ്റെ 7-ാം വാള്യം ഇതിൻ്റെ 72-ാമത്തെ പേജിൽ തർഗീബ് തർഹീബിന്റെ ഷറഹാണ് ഈ പറയുന്ന കിതാബ്. ഇതിന്റെ 72-ാമത്തെ പേജിലൊക്കെ പറയുന്നുണ്ട് അല്ലാഹു തആലക്ക് ഇബ്ലീസ് ആരാധന നടത്തിയത് 80,000 വർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് സുമ്മ കഫറ നഊദു ബില്ലാഹി മിൻ ദാലിക. കണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായാണ്ട് അവനെല്ലാം നഷ്ടപ്പെട്ടു പോയതൊക്കെ സുജൂദ് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ നമുക്ക് പേടിപ്പിക്കുന്ന രൂപത്തിൽ, അതായത് നിസാരവൽക്കരിച്ച് കാണണ്ട ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദിനെ അതിലേക്ക് അങ്ങനെ കൊണ്ടുപോകരുത്. പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നുള്ളതും വ്യക്തമായിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ കൊതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് അതിൻ്റെ പ്ലസ് പോയിന്റുകളൊക്കെ എടുത്തു തന്ന് അതിൻ്റെ മൈനസുകൾ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ ഹദീസ് എന്താണ്? ആ ഹദീസിനെ ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദിന്റെ വിഷയത്തിലേക്ക് മഹാന്മാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മളങ്ങനെ ഖുർആൻ ഓതി അങ്ങനെ പോകും, ആ സുജൂദ് ചിലപ്പോൾ ഗൗനിക്കൂല. അതിന് പറയുന്ന കാരണന്യായം എന്താണ്? നമ്മളെ മദ്ഹബിൽ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിച്ച് കാണരുത് എന്നുള്ളത്. ഇനി മാത്രമല്ല ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദ് വിശദീകരിക്കുന്നോടത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പള്ളി ദർസിൽ ഓതി പഠിക്കുന്ന ഫതുഹുൽ മുഈൻ തന്നെ അതിന്റെ അറിയപ്പെട്ട ഹഷ്യാണല്ലോ യാനത്ത് ത്വാലിബീൻ സയ്യിദുൽ ബക്കരിയുടെ, അവർ ഈ പറയുന്ന ഹദീസ് അവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഇനി അതും പോവട്ടെ, ഇനി എത്രത്തോളം ഈ ഒരു സുജൂദ് അത് അഹമ്മും മുഹിമ്മും തന്നെയാണ്, ഒഴിവാക്കിക്കൂടാ എന്ന് പറഞ്ഞാൽ നിർബന്ധം നമ്മുടെ മദ്ഹബിൽ ഇല്ലെങ്കിലും പരമാവധി ചെയ്യണം എന്നതിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഊന്നിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ചർച്ച തന്നെ നടക്കുന്നു. നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ഒരാൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അയാൾ ഓതുന്നത് തന്നെ നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന എന്താണ്? അയാൾ ഓതുന്ന ഈ പറയുന്ന ആയത്തേതാ? ഈ പറയുന്ന സജദയുടെ ആയത്താണ്. ഈ പറയുന്ന തിലാവത്തിന്റെ ഈ പറയുന്ന ആയത്താണ് ഓതിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് സുന്നത്തുണ്ട്, ഈ പറയുന്ന കേട്ട ഞമ്മക്കും ഈ പറയുന്ന സുജൂദ് അവിടെ സുന്നത്തുണ്ടല്ലോ. പക്ഷെ നമ്മൾ പള്ളിയിൽ കടന്നു കഴിഞ്ഞാൽ നമുക്കുള്ള നിർദ്ദേശം എന്താണ്? തഹിയ്യത്തിന്റെ സുജൂദ്, ഈ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണല്ലോ. അപ്പൊ ഈ തഹിയ്യത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നടത്തണം. അപ്പൊ അതിന്റെ മുമ്പ് ഇയാളുടെ ഓത്ത് കേട്ടതിന്റെ പേരിൽ നമ്മൾ സുജൂദ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂലേ? അങ്ങനെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തരം ഘട്ടങ്ങളിൽ അവിടെ ഏതിനെ മുന്തിക്കണം എന്ന് പറയുന്നിടത്തൊക്കെ മുന്തിക്കേണ്ടത് ഈ പറയുന്ന തിലാവത്തിന്റെ സുജൂദിനെ തന്നെയാണ്. അത് ചെറിയൊരു ഇരുത്തായതുകൊണ്ട് അതുകൊണ്ട് ആ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമൊന്നുമില്ല എന്നുള്ളത് ഇബ്നു പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെയല്ല, റംലി ഇമാം ഒന്നും കൂടി അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. 2നും കൂടി അവൻ മുതിരുന്നില്ല, ഒന്നിൽ ചുരുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ ഓത്തിന്റെ ഈ പറയുന്ന സുജൂദ് 2ഉം കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നിരിക്കൽ ഓത്തിന്റെ സുജൂദ് അല്ലെങ്കിൽ നിസ്കാരം, 2-1 അയാൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ 2ൽ 1 ചുരുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ തിലാവത്തിന്റെ സുജൂദ് അവിടെ ചെയ്യട്ടെ, കാരണം അത് നിർബന്ധം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ. അപ്പൊ അതിനെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത്രത്തോളം വിശദീകരിച്ചു പറഞ്ഞു. വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അടുത്ത് നിഹായിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തിലാവത്തിന്റെ സുജൂദിന്റെ ബാബ് നോക്കിയാൽ കാണും. ഇതിന്റെ 1-ാം വാള്യം 415-ാമത്തെ പേജിലുണ്ടോ? فإن أراد الاقتصار على أحدهما فالسجود أفضل لاختلاف في وجوبه. ഉണ്ടോ? ഈ തിലാവത്തിന്റെ സുജൂദ് നിർബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാനിച്ചുകൊണ്ട് 1ൽ ചുരുക്കാൻ ഉദ്ദേശിച്ചാൽ ഈ സുജൂദ് അവിടെ ചെയ്യട്ടെ എന്നുള്ളത്. ഇപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ തിലാവത്തിന്റെ സുജൂദ് ശാഫിഈ മദ്ഹബിൽ നിർബന്ധം ഇല്ല, അത് സുന്നത്ത് തന്നെ ഉള്ളൂ, അത് തന്നെയാണ് മുഅ്തമദ്. എന്നാൽ നിർബന്ധം എന്ന് പറഞ്ഞ മദ്ഹബൊക്കെ ഉണ്ട്, അത് ഈ പറയുന്ന ഹനഫി മദ്ഹബാണ്. എന്നാൽ ശാഫിഈ മദ്ഹബാകുന്ന നമ്മുടെ മദ്ഹബിൽ സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിസാരവൽക്കരിച്ചു കൊണ്ടുപോകരുത്. പരമാവധി ഇത് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് വേണ്ടത്. അതിന്റെ സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ അങ്ങനെയാണ് പോകേണ്ടത്. പിന്നെ 4 മതവും ഒരുപോലെ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിലപാട് ഇതാണ് എന്നുള്ളൊരു അറിവ് നമ്മളെടുത്ത് വേണം.
അവർ നമ്മോട് അങ്ങനെ എന്ത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ കാട്ടി, അവരങ്ങനെ ചെയ്തു, അത് അവരുടെ മതബിലുണ്ടാകാം. അവർ നമ്മോട് ഇങ്ങനെയൊക്കെ കീർത്തിക്കും നിർബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ വിവരദോഷം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യായിരിക്കും. കാരണം ഒരു മതബിലില്ലാത്തൊരു കാര്യം മറ്റേ മതബിൽ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റൂല. അപ്പൊ ആയതുകൊണ്ട് അതെന്തോ ഏതായാലും അവരുടെ മതബിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ.